പാഠം 876 ഒരു നുണക്കഥ. എന്റെ ഷർട്ട് മുടക്കം വെച്ച് കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ, ദാ ഇരിക്കുന്നു. നല്ല ഭംഗിയായി തേച്ചിട്ടുണ്ടല്ലോ. ഇതാണ് നീ ഷർട്ട് മുണ്ട് തേച്ചാലുള്ള ഗുണം. മോനെ കളിയാക്കിയതാണോ? സത്യമായിട്ടുമല്ല. ഇത്രയും ഭംഗിയായി ഷർട്ട് മുണ്ട് തേക്കാൻ വേറെ ആർക്ക് പറ്റും? അസലായിട്ടും. അപ്പൊ മോഹനേട്ടൻ എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ടല്ലോ. എന്താ അത്? കാര്യം സാധിക്കാനോ? അയ്യടാ, എന്റെ മോഹനേട്ടൻ എനിക്കറിഞ്ഞൂടെ. ഞാൻ ചെയ്തൊരു കാര്യത്തിന് ഇത്രയും പോലത്തെ സംസാരിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഇതാണ് ഞാൻ നിന്നെ പറ്റി നല്ലതൊന്നും പറയാത്തത്. ഞാൻ നല്ലത് പറഞ്ഞാൽ ഉടനെ നീ പറയും എനിക്കെന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന്. പിന്നെ എങ്ങനെയാ നല്ല പറയുന്നത്? ആഹാ, അതുകൊണ്ടാണ് മോഹനേട്ടൻ ഇതുവരെയായിട്ട് നല്ലതൊന്നും പറയാതിരുന്നത്. അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇനി മോഹനേട്ടൻ എന്ത് പറഞ്ഞാല് ഞാനത് കണ്ണും പൂട്ടി വിശ്വസിച്ചോളാം. പറയേ. ഹലോ 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 ഹലോ, ഇതാരാണാവോ? ആരായിരുന്നു? ആരാണെന്ന് അറിയില്ല മോനേട്ടാ, ഒന്നും കേൾക്കാൻ വയ്യായിരുന്നു. ഞാൻ കൊറേ ഹലോ പറഞ്ഞു നോക്കി. ലൈനിന്റെ കുഴപ്പമെന്ന് തോന്നുന്നു. ഇന്നലെ വാസുദേവ് സാർ നിന്റെ ഓഫീസിൽ നിന്നിരുന്നോ? അത് മോനേട്ടാന്ന് അറിഞ്ഞു. അല്ല, വഴിയിൽ വെച്ച് ഞാൻ ഇന്നലെ വാസുദേവ് സാറിനെ കണ്ടു. അപ്പോ നിന്നെ കണ്ടിട്ട് വരുന്ന വഴിയാണെന്ന് പറഞ്ഞു. വാസുദേവ് സാറിന്റെ കേസ് മിനിങ്ങാന്ന് വിധിയായില്ലേ? അതിന്റെ ഫീസ് തരാൻ വേണ്ടി വന്ന പിള്ളേ 13,000 രൂപ തന്നു. ഞാനത് മോഹനേട്ടൻ പറയാൻ മറന്നുപോയതാ. നിനക്ക് പൈസക്ക് അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ അതൊരു 10,000 രൂപ എനിക്ക് തരൂ. അല്ല, ഒരു അത്യാവശ്യമുണ്ട്. താലൂക്ക് ഓഫീസിലെ സഹദേവൻ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. സഹദേവന് 10,000 രൂപയുടെ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. എന്റെ കയ്യിലുണ്ടോന്ന് ചോദിച്ചു. 2 ദിവസത്തിനുള്ളിൽ തിരിച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ അതായിരുന്നല്ലേ കാര്യം. ഇന്നലെ വാസുദേവൻ സാറിനെ കണ്ടപ്പോ സാറ് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഫീസ് തന്നൂന്ന്. അതെങ്ങനെങ്കിലും അടിച്ചു മാറ്റാനായിട്ടാണ് കുറച്ചു മുന്നേ ഇവിടെ വന്ന് ഭമേ ഷർട്ട് മുണ്ട് തേച്ചിരിക്കുന്നത് വളരെ മനോഹരമായിരിക്കുന്നു എന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്തോ ഒരു ദുരുദ്ദേശം മോനോട്ടുണ്ടെന്ന്. ഷർട്ടും മുണ്ടും തേച്ച് നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെ. നിനക്ക് വാസുദേവൻ സാറ് ഫീസ് എന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. ഫീസ് കിട്ടിയെന്ന് നീ പറഞ്ഞപ്പോ സഹദേവൻ പൈസ ചോദിച്ചാലും ഞാനും ഓർത്തു. അത്രേ ഉള്ളൂ. അത്ര അല്ലല്ലോ ഉള്ളത്. എനിക്കും കുറച്ചൊക്കെ ബുദ്ധിയുണ്ട് സാറേ. പൈസ ഞാൻ തരാം. അല്ല, ഈ സഹദേവ സാറിന് എന്താ ഇത്ര അത്യാവശ്യം? അങ്ങനത്തെ ശമ്പളം ഒന്നും കിട്ടുന്നില്ലേ? ശമ്പളവും കിട്ടുന്നുണ്ട്. പക്ഷേ സഹദേവന്റെ ചെലവ് എത്രയാണെന്ന് നീ കരുതിയിരിക്കുന്നത്? അച്ഛൻ, അമ്മ, ഭാര്യ, 2 മക്കൾ, ആകെയുള്ള വരുമാനം സഹദേവന് കിട്ടുന്ന മാത്രമാ. സത്യത്തിൽ വളരെ ദാരിദ്ര്യവും കഷ്ടപ്പാടുവാ. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ ജീവിക്കുക പാവം. അച്ഛന്റെ അമ്മയുടെയും മരുന്നിനും ചികിത്സയ്ക്കൊക്കെ തന്നെ നല്ലൊരു തുകയാവും. പിന്നെ കുട്ടികളുടെ പഠിപ്പ്. സത്യം പറഞ്ഞാൽ സഹദേവനെ സമ്മതിക്കണം. പൈസക്ക് എത്ര അത്യാവശ്യം ഉണ്ടെങ്കിലും ആരോടും പറയില്ല. എല്ലാം സ്വന്തം മനസ്സ് സൂക്ഷിക്കും. പൈസക്ക് വലിയ ആവശ്യം വരുമ്പോ എന്നോട് മാത്രം പറയും. എന്നെ വലിയ വിശ്വാസം. ഞാൻ പുറത്താരോടും പറയില്ലെന്ന് സഹദേവൻ അറിയാം. ഇപ്പൊ എന്താ പുള്ളിക്ക് അത്യാവശ്യം? വല്ല ചികിത്സയ്ക്കോ മരുന്നിനാവും. ഞാൻ ചോദിച്ചില്ല. പക്ഷെ തിരിച്ചു തരാമെന്ന് പറയുന്ന ദിവസം തന്നെ സഹദേവൻ പൈസ തിരിച്ചു തന്നിരിക്കും. പൈസ ഞാൻ തരാം മോനേട്ടാ. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ പൈസക്ക് പെട്ടെന്ന് അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. ഉത്തമനാണല്ലോ. നമസ്കാരം ഡോക്കിലെ. പിന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്. നടുത്തോട്ടത്തിലെ മീനാക്ഷിക്ക് വക്കീലിനൊന്ന് കാണണമെന്ന്. എന്താ ഉത്തമ? പറഞ്ഞു വരുമ്പോ ഒരുപാട് കഥയുണ്ട് വക്കീലെ. മീനാക്ഷിയുടെ സുശീലന്റെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം 4-5 ആയല്ലോ. അന്ന് തൊട്ട് പല കാര്യങ്ങളിൽ 2 പേരും തമ്മിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസമുണ്ട്. പുറത്തായി കഴിഞ്ഞ നാണക്കേടാവുമല്ലോ എന്ന് കരുതി മീനാക്ഷി സഹിക്കായിരുന്നു ഇതുവരെ. അല്ല, എന്താ പ്രശ്നം? ഈ സുശീലന് വേറെ ഏതോ സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന്.
കുറച്ച് നാളായി മീനാക്ഷിക്ക് സംശയം തുടങ്ങിയിട്ട്. സുശീലിന് ശമ്പളം കിട്ടുന്ന കാശൊന്നും വീട്ടിലെത്തുന്നുമില്ല. എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ എന്തെങ്കിലും മുടന്ത ന്യായം പറഞ്ഞ് സുശീല ഒഴിഞ്ഞങ്ങ് മാറികളെ. മീനാക്ഷിക്ക് ശമ്പളം ഉള്ളത് കൊണ്ട് മാത്രം കുടുംബത്തിലെ കാര്യം നടന്നു പോകുന്നു. ഇന്നലെ രാത്രി കാശിന്റെ കാര്യം പറഞ്ഞ് രണ്ടുപേരും കൂടെ തർക്കമായി. അതോടെ സംഗതി വഷളായി. ഇനി സുശീലിന്റെ കൂടെ കഴിയാൻ പറ്റില്ല, ബന്ധം പിരിയണം എന്ന ഒറ്റ വാശിയിലാണ് ഈ മീനാക്ഷി. വക്കീലിനെ വക്കീലാഫീസിൽ വന്ന് കാണണോ അതോ ഇവിടെ വന്ന് കാണണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നെ നമസ്കാരമുണ്ട് സാറേ. എന്തോ രാവിലെ ആ നടുത്തോട്ടത്തിലെ സുശീലിനും മീനാക്ഷിയും തമ്മിൽ ഭയങ്കര വഴക്ക്. സുശീലിന് ഏതോ പെണ്ണുമായിട്ട് അടുപ്പമുണ്ടെന്നാണ് മീനാക്ഷി പറയുന്നത്. ഡൈവേഴ്സിന് കേസ് കൊടുക്കാൻ ഞാൻ ഈ വക്കീലിന്റെ അടുത്ത് ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടാവുമ്പോ തന്നെ വക്കീലിനെ അന്വേഷിച്ച് ഇറങ്ങാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളുടെയൊക്കെ അവസ്ഥ എന്താവും? ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ സംസാരിച്ചങ്ങ് തീർക്കണം. മോഹനേട്ടൻ എന്തേ പറയുന്നത്? അങ്ങനെ സംസാരിച്ചെടുക്കാവുന്ന പ്രശ്നമല്ലല്ലോ ഇവിടെ ഉള്ളത്. സുശീലിന് വേറെ ഏതൊരു പെണ്ണുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അത് മീനാക്ഷി പറയുന്നതല്ലേ, തെളിവിലുണ്ടോ? ഇല്ലല്ലോ സാറേ. പിന്നെ ഈ തെളിവ് മീനാക്ഷിയുടെ കയ്യിലുണ്ടെന്നാണ് അവള് പറയുന്നത്. ഹാമേ, സുശീലൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് പല സ്ത്രീകളുമായി സംസാരിക്കേണ്ടതായിട്ട് വരും. അതിന്റെയൊക്കെ പേരിൽ സംശയിക്കുന്നത് ശരിയാണോ? സംസാരിക്കാൻ മാത്രം അല്ലല്ലോ മോനേട്ടാ, സുശീല സമ്പാദിക്കുന്ന പൈസക്ക് എങ്ങോട്ട് പോകുന്നു? സാറേ, ഈ കാര്യത്തിൽ സാറ് സുശീലിനെ ന്യായീകരിക്കണ്ട. അവനെ പറ്റി നാട്ടുകാർക്കൊക്കെ പരാതിയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാവുമ്പോ ചാടി വിവാഹമോചനത്തിന് ഇറങ്ങുന്നത് ശരിയല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത്തരം കാര്യങ്ങളിൽ എന്റെ ഭാര്യ വക്കാലത്ത് ഒപ്പിടുന്നത് എനിക്ക് ഇഷ്ടമല്ല. സാറ് ഉടക്കട്ടല്ലോ വക്കീലെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഉത്തമൻ അത് കാര്യമാക്കണ്ട. ഞാനിന്ന് കോടതി പോണില്ല. മീനാക്ഷി സമയം കിട്ടുമ്പോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. ഓ ശരി വക്കീലെ. ആ മോഹനേട്ടന് പൈസ വേണ്ടേ? പൈസ വേണമെന്നാണല്ലോ പറഞ്ഞത്. സഹദേവ് സാറിന് കൊടുക്കാനുള്ള 10,000 രൂപ. ബാക്കി ഇത് 3,000 ആണുള്ളത്. ഇതുകൊണ്ട് അടുക്കളയിൽ കുറച്ച് സാധനം വാങ്ങാനുണ്ട്. നിനക്ക് ഫീസ് കിട്ടിയ പൈസയാണെന്ന് കരുതി അത്രയും അങ്ങനെ തോന്നും പോലെ ധൂർത്തടിക്കണമെന്നില്ല. ഒരു ദൂർത്തിന് ഞാൻ പോകുന്നില്ല. അടുക്കളയിലേക്ക് ഉപ്പ് മുളകും പഞ്ചസാരയും വാങ്ങുന്നത് എങ്ങനെയാണ് എന്റെ മോനേട്ട ദൂർത്താവുന്നത്? മോനേട്ടൻ ഒരു ധാരണയുണ്ട്. മോഹനേട്ടൻ കാശ് ചെലവാക്കുന്നല്ല മാന്യമായിട്ട് മര്യാദയ്ക്കും. ഞാനൊരു നാരങ്ങാള് വാങ്ങി കുടിച്ചാലോ അത് ദൂർത്തും. ഹാമേ, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പൊതുവേ ഒരു കുഴപ്പമുണ്ട്. പണം ചെലവാക്കേണ്ടത് എങ്ങനെയാണ് എന്നറിയില്ല. കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അങ്ങ് തീർത്ത് കളയും. ഒടുവിൽ ഒരു അത്യാവശ്യം വരുമ്പോ കയ്യിൽ 10 പൈസ കാണില്ല. അപ്പൊ വേറെ ആരുടെയെങ്കിലും മുന്നിൽ പോയി കൈ നീട്ടേണ്ടി വരും. അങ്ങനെ പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയല്ലേ മോനട്ടാ. ഉത്തമ വന്ന് പറഞ്ഞ കഥ കേട്ടായിരുന്നല്ലോ സുശീലന്റെ കാര്യം. മീനാക്ഷിയെ പോലൊരു പെണ്ണ് വീട്ടിലുള്ളത് കൊണ്ടും അവളുടെ ശമ്പളം അവള് സൂക്ഷിച്ച് ചെലവാക്കുന്നുള്ളത് കൊണ്ടുമാണ് ഇതുവരെ പട്ടിണി കിടക്കാതിരുന്നത്. സുശീലിന് കിട്ടുന്ന ശമ്പളം 1 രൂപ പോലും വീട്ടിലേക്ക് എത്തുന്നില്ലല്ലോ. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. എന്റെ അറിവിൽ സുശീലൻ മാന്യനും കുടുംബം നോക്കുന്നവനുമാണ്. അങ്ങനെയായിരുന്നു ഒരു 6 മാസം മുന്നേ വരെ. നാട്ടിലെല്ലാവർക്കും സുശീലിനെ പറ്റി നല്ല അഭിപ്രായവുമായിരുന്നു. പക്ഷെ മീനാക്ഷി അല്ലാതെ വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് അടുപ്പമായതിൽ പിന്നെ ജോലിക്കാര്യത്തിലും ശ്രദ്ധയില്ല, പണച്ചെലവാണെങ്കിലോ ഒരുപാട്. ഇതൊന്നും നീ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം വഴി വെച്ച് ഞാൻ സുശീലിനെ ഒന്ന് കണ്ടിരുന്നു. എന്ത് പറ്റി സുശീല ബൈക്കിന്? എന്താണെന്നറിയില്ല, വണ്ടി പെട്ടെന്ന് അങ്ങ് നിന്നുപോയി. എന്താണെന്ന് നോക്കായിരുന്നു. പെട്രോൾ ഉണ്ടോ? പെട്രോളൊക്കെ ഉണ്ട്. ഇത് വേറെന്തോ പ്രശ്നമാ. ഞാൻ സുശീലൊന്ന് കാണാതിരിക്കായിരുന്നു. സുശീലൻ പഴയ സുശീലനല്ല, ആളാകെ മാറിപ്പോയിന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തു പറ്റി? പണ്ട് സപ്ലൈ ആഫീസിൽ വന്ന് ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ സുശീലിനെ കണ്ടാൽ മതി എന്നായിരുന്നു നാട്ടുകാർ പറയുന്നത്. പക്ഷെ വിദ്യാലക്ഷ്മി ഓഫീസിൽ വന്നപ്പോ സുശീലൻ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞല്ലോ. അത് ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോയിരുന്നു വക്കീലേ. ആ സമയത്താ വിദ്യാലക്ഷ്മി വക്കീൽ വന്നത്. ഓഫീസ് സമയത്ത് ഓഫീസ് കാര്യങ്ങളല്ലേ സുശീല ചെയ്യേണ്ടത്. അല്ലാതെ പുറത്തൊക്കെ ഇറങ്ങി നടന്ന് നേരം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ പരാതി പറയില്ലേ?
സുശീലിനെ മീനാക്ഷിനെ അടുത്ത് പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നാട്ടുകാരെ കൊണ്ട് മോശം പറയിക്കാൻ എളുപ്പമാ. പിന്നൊരിക്കൽ നല്ലത് പറയിക്കണമെന്ന് തോന്നിയാലും അത് നടന്നൊന്നും വരില്ല. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് സുശീലിനെ എതിർത്ത് ഒരക്ഷരവും പറഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ അറിഞ്ഞൂടെ സംഗതിയല്ല സത്യമെന്ന്. മീനാക്ഷി പറഞ്ഞ കാര്യമുണ്ട് മോഹനേട്ടാ. സുശീലിന് ഏതൊരു കെണി ചാടിയിട്ടുണ്ട്. എന്തൊക്കെയായാലും സുശീലിനെതിരെ കേസ് കൊടുക്കാൻ നീ പോണ്ട. നമുക്കറിയാവുന്ന കുടുംബമല്ലേ സുശീലിനത്. അവിടെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയല്ല. ഞാൻ ഇറങ്ങുന്നു. പക്ഷേ സുശീലിനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ലല്ലോ. ഹലോ, സത്യഭാമയാണോ? അതെ. ഞാൻ താലൂക്ക് ഓഫീസിലെ സഹദേവനാ. മോനേഷല്ലേ? ആ, നമസ്കാരം സാർ. മോഹനയുടെ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അയ്യോ, കഷ്ടമായല്ലോ. ഞാനിപ്പോ മൈസൂരിൽ നിന്നാ വിളിക്കുന്നേ. ആ, ഹലോ, എവിടുന്ന? മൈസൂരിൽ നിന്ന്. ഞാൻ ഭാര്യയും പിള്ളേരുമായി ടൂർ വന്നതാ. ഞാൻ നാളെ തിരിച്ചു വരും. അല്ല, അപ്പോ സാർ ഞാൻ വൈകിട്ട് വിളിച്ചോളാന്ന് മോനേഷനോട് പറഞ്ഞാ മതി. ശരി എന്നാ. സഹദേവ സാർ മൈസൂരിലോ? അപ്പൊ മോഹനേട്ടനെ 10,000 രൂപ എന്തിനാ വാങ്ങിയത്? അതൊരു ശരിയായ ഇടപാടല്ലല്ലോ. ഹലോ. ആ, ഉത്തമ ഞാനാ. എന്താ വക്കീലേ? ഉത്തമൻ എനിക്കൊന്ന് കാണണം. ഇതുവഴി ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എന്താണ്? ഉത്തമൻ വാ, ഞാനപ്പോ പറയാം. സ്വയംപ്രഭ ഗുരുവായൂർക്ക് പോയിട്ടുണ്ടാവോ ശിശുപാലൻ ചേട്ടാ? അറിയില്ല. ഇന്നലെ വൈകുന്നേരം വരെ പ്രൊഫസറിന് പൈസ കിട്ടിയില്ലല്ലോ. ചിലപ്പോ ഇന്ന് രാവിലെ എങ്ങാനും കിട്ടിയോന്ന് അറിയില്ല. പൈസ കിട്ടിയാ വിളിക്കാന്നാ പറഞ്ഞത്. കയ്യിൽ പൈസ ഇല്ലാതിരിക്കുമ്പോ എന്തിനാ സ്വയംപ്രഭ വീട്ടുകാരെയും വിളിച്ച് യാത്ര പോകാൻ തീരുമാനിച്ചത്? ചിട്ടി പിടിച്ച പൈസ ഇന്നലെ കിട്ടുമെന്നാ കരുതിയത്. അതുകൊണ്ട് ഇന്ന് രാവിലെ പോകാൻ വേണ്ടിയാ ലീവ് ചോദിച്ചത്. ലീവ് കിട്ടി, പക്ഷേ പൈസ കിട്ടിയില്ല. പിന്നെ ഗുരുവായൂർക്ക് പോകുന്നില്ലെങ്കിൽ പിന്നെ ലീവ് കളയാനൊന്നും പ്രൊഫസർ നിൽക്കില്ല. നേരെ ഇങ്ങ് പോരും. നമസ്കാരം സർ. നമസ്കാരം. എന്താണ് വലിയ ചർച്ച? ഒന്നുമില്ല സർ. ഒരാൾ കുറവുള്ളപ്പോൾ അയാളുടെ ജോലി കൂടി മറ്റുള്ളവർ ചെയ്യേണ്ടി വരും. അതല്ലാതെ പൊതുജനങ്ങൾ വരുമ്പോ ഒരാൾ ലീവാ നാളെ വരൂ എന്ന് പറയരുത്. പറയില്ല സർ. നാളെ കാഞ്ചനയ്ക്കോ ശിശുപാലനോ ഒക്കെ ലീവ് വേണ്ടി വരും. അപ്പോ അത് നടക്കണമെങ്കിൽ ഇപ്പോ ആ ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കണം. സ്വയംപ്രഭ സാർ പോയി കാണുമോ സാർ? പോയല്ലോ. അതല്ലേ സ്വയംപ്രഭ ഓഫീസ് വരാത്തത്. പോവാണെങ്കിൽ വിളിക്കാന്നാ പറഞ്ഞ, വിളിച്ചില്ല. വക്കീലേ, എന്താണ് വക്കീല് പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ? ഒരു പ്രശ്നമുണ്ട് ഉത്തമ. എനിക്ക് ഉത്തമന്റെ ഒരു സഹായം വേണം. വക്കീല് കാര്യം പറ. ഇന്നലെ വാസുദേവ സാറ് ഫീസ് എന്ന കാര്യം ഉത്തമൻ അറിയാലോ. എനിക്ക് ആ പൈസ കിട്ടിയത് മോഹനേട്ടൻ എങ്ങനെയോ അറിഞ്ഞു. ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചു അതിൽ നിന്നൊരു 10,000 രൂപ തരുമോന്ന്. താലൂക്ക് ഓഫീസിലെ സഹദേവ സാറിന് വേണ്ടിയാണെന്ന് പറഞ്ഞാണ് എന്നോട് ചോദിച്ചത്. സഹദേവ സാറിന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് സംശയമൊന്നും തോന്നിയില്ല. ഞാൻ പൈസ കൊടുത്തു. അയ്യോ വക്കീലെ, അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. മോഹനേരി സാറ് സഹദേവ സാറും തമ്മിൽ ഭയങ്കര അടുപ്പമല്ലേ? അതെ, സഹദേവ സാർ വീടിന് മുന്നിൽ കാത്തു നിൽക്കും. പൈസ കൊണ്ടെന്തോ അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് എന്നും പോകുന്ന സമയത്തിന് മുന്നേ മോഹനേട്ടൻ ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്തു. വക്കീലെ, അതും സത്യമായിരിക്കും.
വില്ല് ഓഫീസിലോട്ട് പോകുന്ന വഴിക്കാണല്ലോ ഈ സഹദേവ സാറിന്റെ വീട്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴല്ലേ ഉത്തമ സംഭവത്തിന്റെ കള്ളത്തരം എനിക്ക് മനസ്സിലായത്. സഹദേവ് സാറ് ഭാര്യയും മക്കളെയും കൊണ്ട് മൈസൂറിന് ടൂർ പോയിരിക്കുന്നു. ആ, സത്യം. അവിടുന്ന് സഹദേവ് സാർ ഇങ്ങോട്ട് വിളിച്ചു. മോഹനേട്ടൻ എന്തോ അത്യാവശ്യ കാര്യം ഏൽപ്പിക്കാനായിരുന്നു. എന്നും മോഹനേട്ടൻ ഇറങ്ങുന്ന സമയമായില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചത്. അപ്പൊ സഹദേവ സാറിന് കൊടുക്കാനല്ല ആ പൈസ വാങ്ങിച്ചത്. അല്ല, അത് വേറെ എന്തോ ആവശ്യത്തിനുള്ള പൈസയാണ്. ആ ആവശ്യം എന്തായാലും ഞാൻ അറിയാൻ പാടില്ലാത്ത ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ എന്നോട് നുണ പറഞ്ഞത്. ഉത്തമനൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും സംഭവം? അങ്ങനെ ഇപ്പൊ ചോദിച്ച എന്താ ഉത്തമ? എനിക്കൊരു ചെറിയ സംശയം തോന്നുന്നു നോക്കിയില്ലേ. എന്താന്നും പറ. അതൊരു ചെറിയ സംശയം മാത്രമാണ്. ഉത്തമ കാര്യം എന്താ വെച്ചാ പറ. ഞാൻ ഇന്നലെ രാവിലെ സ്വയംപ്രഭ സാറിനെ കണ്ടിരുന്നു. ചിട്ടി പിടിച്ച പൈസ ഇന്ന് കിട്ടുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. രാവിലെ ബാഹുലൻ ചേട്ടന്റെ വീട്ടിൽ ചെന്നപ്പോ അങ്ങേര് പറയാ പൈസ ശരിയാവാ ഇനി ഒരാഴ്ച എടുക്കുമെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും ഉത്തമ? പ്രഭ സാറിന് എന്താ ഇപ്പൊ ഭയങ്കര അത്യാവശ്യം? അച്ഛനെ അമ്മയെ അനിയനെയൊക്കെ കൂട്ടി നാളെ ഗുരുവായൂർക്ക് പോവാതിരിക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് മോനേഷ് സാറിന്റെ ലീവ് വാങ്ങിയതാ. ഈ പൈസ ഇന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലെല്ലാം ചെയ്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഉത്തമം വിചാരിച്ച ഒരു 10,000 രൂപ കടം വാങ്ങി തരാൻ പറ്റുമോ? ബാഹുലൻ ചേട്ടൻ തരുമ്പോ തിരിച്ചു തരാം. അയ്യോ, അതിപ്പം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്ന് തോന്നല്ലോ പ്രഭ സാറെ. എന്തായാലും ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. പറഞ്ഞിട്ട് കാര്യം നടക്കാതെ വന്നു കഴിഞ്ഞാൽ പ്രഭ സാറിന്റെ പോക്ക് മുടങ്ങൂലേ. ഞാന് ഒന്ന് ശ്രമിച്ച് നോക്കിയിട്ട് നടക്കുമെന്നുണ്ടെങ്കിൽ പ്രഭ സാറിനെ വിളിക്കാം. ഓക്കെ. ആ പിന്നെ മോഹനേഷ് സാറിനെ ഒന്ന് ചോദിക്കാൻ പാടില്ലായിരുന്ന? എന്റെ അമ്മോ, കാശ് കടം ചോദിച്ചു ചെന്നാ സാറ് വായി തോന്നണ വിളിച്ച് പറയും. ഞാനില്ല. അയ്യയ്യേ, അങ്ങനെയല്ല പ്രഭ സാറെ. ആളിത്തിരി എടുത്ത് ചേട്ടക്കാരനാണെന്നുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ പാവമാണ് മോഹനേഷ് സാറ്. പ്രഭ സാർ ഒരു അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹനേഷ് സാർ സമ്മതിക്കുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. പിന്നെ പൈസ വാങ്ങുന്നത് ടൂർ പോകാനൊന്നും അല്ലല്ലോ, അമ്പലത്തിൽ പോകാനല്ലേ. അതിനൊക്കെ സാറ് സഹായിക്കും. ഒന്ന് ചോദിച്ചു നോക്കല്ലേ? പിന്നല്ലാതെ. പോയാ ഒരു വാക്ക് കിട്ടിയ പ്രഭ സാറിന്റെ കാര്യം നടക്കും. ധൈര്യമായിട്ട് ചോദിച്ചു നോക്ക് സ്വയം പ്രഭ സാറേ, ഞാനല്ലേ പറയുന്നത്. ചോദിക്കാം. വക്കീലേ, പൈസ മോഹനേഷ് സാറിനോട് ചോദിക്കാൻ ഞാൻ പ്രഭ സാറിനോട് പറഞ്ഞ സ്ഥിതിക്ക് പ്രഭ സാർ ചോദിച്ചിട്ടുണ്ടാവും. പ്രഭ സാറിന് പൈസ കൊടുക്കുന്ന കാര്യം വക്കീൽ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ച് മോഹനേഷ് സാറ് സഹദേവ സാറിന്റെ പേര് പറഞ്ഞതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് അറിയണമല്ലോ ഉത്തമ. ഞാൻ അറിയാതെ സ്വയംപ്രഭയ്ക്ക് കാശ് കൊടുക്കേണ്ട എന്ത് കാര്യമാണ് മോഹനേട്ടനുള്ളത് എന്നൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഹലോ. ശശിപാല ചേട്ടാ, ഞാനാ സത്യഭാമ. എന്താ വക്കീലേ? സാറകത്തുണ്ട്, കൊടുക്കണോ? വേണ്ട, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചതാ. സ്വയംപ്രഭ എവിടെയുണ്ടോ? ഇല്ല, പ്രൊഫസറിന്ന് ലീവാ. വീട്ടുകാരെ കൊണ്ട് ഗുരുവായൂർക്ക് പോയിരിക്കുക. ഓ അതെയോ? എപ്പോഴാ പോയത്? അത് കൃത്യമായിട്ട് അറിയില്ല. രാവിലെ 10 മണിക്ക് പോകുന്നാ പറഞ്ഞ്. ശരി, അപ്പൊ ഞാൻ സ്വയംപ്രഭയെ വിളിച്ചോളാം. പിന്നെ ഞാൻ വിളിച്ച കാര്യം മോഹനേട്ടന്റെ അടുത്ത് പറയണ്ട. ഇത് ഞാനും സ്വയംപ്രഭയും തമ്മിലുള്ളൊരു കാര്യ. എന്താ വക്കീലെ, കേസ് വല്ലതാണോ? ഇതൊരു കേസാവും. ശരിയപ്പം. അപ്പൊ ആ പൈസ പോകുന്ന വഴി സ്വയംപ്രഭയ്ക്ക് കൊടുത്തു. വില്ലേജ് കൊണ്ട് വരട്ടെ. ഹലോ. ശശിപാല ചേട്ടാ, ശശിപാല ചേട്ടാ കയ്യില് ഒരു 500 നോട്ടുണ്ടോ? നോക്കട്ടെ. ഉണ്ട്.
ആ ശിശുപാലനേട്ടന് അകത്ത് പോയി മോഹനേട്ടനോട് ഒരു 500 രൂപയുടെ ചില്ലറ ചോദിക്കും. അതെന്തിനാ? ഒരാവശ്യമുണ്ട്. ശിശുപാലനേട്ടനൊന്ന് ചോദിച്ചു നോക്ക്. അല്ല വക്കീലെ, ഞാൻ ശിശുപാലനേട്ടന്റെ ആവശ്യം വന്നപ്പോ ഞാൻ സഹായിച്ച ഓർമ്മയുണ്ടല്ലോ. ഹലോ, തിരിച്ച് ഞാനൊരു സഹായം ചോദിച്ചപ്പോ വയ്യല്ലേ? അങ്ങനല്ല വക്കീലെ. എങ്കിൽ ചെല്ലേ 500 രൂപയ്ക്ക് ചില്ലറ ചോദിച്ചിട്ട് അതിന്റെ വിവരം എന്നെ ഒന്ന് വിളിച്ചു പറ ഇപ്പൊ തന്നെ. ആ, ശരി വക്കീലെ. എന്താ ശിശുപാലൻ ചേട്ടാ? എന്തോ കുഴപ്പം പിടിച്ച ഏർപ്പാടാണെന്ന് മാത്രം മനസ്സിലായി കാഞ്ചന സാറേ. മോനിഷ സാറിന്റെ കയ്യിൽ 500 രൂപയുടെ ചില്ലറയുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അതെന്തിനാ? അത് ഞാനും ചോദിച്ചു, പക്ഷെ വക്കീൽ പറഞ്ഞില്ല. ചെറിയച്ഛന്റെ മകൻ സുന്ദരൻ പോലീസ് കേസിൽ പെട്ടപ്പോഴേ വിളിച്ചു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയത് വക്കീലാ. അപ്പോ വക്കീൽ ഒരു ആവശ്യം പറയുമ്പോൾ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂ? പോയി ചില്ലറ ചോദിക്കല്ലേ. ചെല്ല്. സാർ, ഉം, ഒരു സഹായം വേണമായിരുന്നു. ഉം. ഒരു 500 രൂപയ്ക്ക് ചില്ലറ എടുക്കാൻ സാറിൻ്റെ കയ്യിൽ ഉണ്ടാവൂ? ഇപ്പോഴെന്തിനാ ശിശുപാലൻ ചില്ലറ? അത് സാറ്, അത് പിന്നെ എന്താ കൈക്കൂലി വാങ്ങിന്റെ ബാഗ് തിരിച്ചു കൊടുക്കാനാണോ? അല്ല സാർ, അതെ എന്റെ അനിയന്റെ മോൻ ഇപ്പൊ വരും. ഒരു മരുന്ന് വാങ്ങാൻ അവന് 300 രൂപ കൊടുക്കണമായിരുന്നു. എന്റെ കയ്യിൽ ആകെ ഈ 500 രൂപയേ ഉള്ളൂ. അതുകൊണ്ടാ. നോട് ഇല്ല, എന്റെ ആകെ ഇത്രേ ഉള്ളൂ. ഓ, ഇത് പോരല്ലോ. അതുപോലെ സാർ. കുഴപ്പമില്ല സാർ, അവൻ വരുമ്പോ ഞാൻ ഈ നോട്ട് കൊടുത്തുവിടാ. മരുന്ന് വാങ്ങിയിട്ട് അവൻ ബാക്കി കൊണ്ടുതരും. ശരി ശരി സാർ. ആ എന്തായി വക്കീലെ? സംഗതി അത് തന്നെ ഉത്തമ. സ്വയംപ്രഭ ഓഫീസിലെത്തിയിട്ടില്ല. മോഹനേട്ടനാണെങ്കിൽ അവിടെ എത്തുകയും ചെയ്തു. മിക്കവാറും വഴി വെച്ച് സ്വയംപ്രഭയെ കണ്ട് പൈസ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഉറപ്പിച്ച് പറയാറായിട്ടില്ല വക്കീലെ. സാറ് വേറെ ഏതെങ്കിലും ആവശ്യത്തിന് പൈസ വാങ്ങിച്ചതാണെങ്കിലോ? പ്രഭ സാർ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ മോനേഴ് സാറിനെ സംശയിക്കുന്നത് ശരിയാണോ? ആ ഇപ്പൊ അറിയാം സംഭവം. ഹലോ വക്കീലെ, ഞാനാ. ആ എന്താ ശിശുപാലനേട്ടാ? സാറിന്റെ കയ്യിൽ ചില്ലറ ഇല്ലാന്ന് പറഞ്ഞു. ഭയങ്കര അത്യാവശ്യം എന്ന് പറഞ്ഞപ്പോ സാറ് പോക്കറ്റിലും ബാഗിലും ഒക്കെ നോക്കി. പക്ഷെ പൈസയൊന്നും ഇല്ലായിരുന്നു. ശരി. അല്ല, എന്താ വക്കീലെ പ്രശ്നം? പ്രശ്നം എന്തു ആവട്ടെ, ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ശരി വക്കീലെ. ശിശുപാലനേട്ടന്റെ 500 രൂപയ്ക്ക് ചില്ലറ ചോദിച്ചിട്ട് മോഹനേട്ടന്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് എന്തെന്ന് കാര്യം? ഞാൻ മോഹനേട്ടന് കൊടുത്തത് 100ന്റെ 100 നോട്ടാണ്. ആ പൈസ മോഹനേട്ടന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ശിശുപാലനേട്ടന് ചില്ലറ കിട്ടില്ലായിരുന്നോ? ഇല്ലേ? അതായത് മോഹനേട്ടന്റെ കയ്യിൽ ഇപ്പോ ആ പൈസ ഇല്ല. മോഹനേട്ടൻ ആഫീസിലെത്തുന്നതിന്റെ മുന്നേ ആർക്കോ അത് കൊടുത്തു. എന്താ നോക്കില്ലേ? മോഹനേട്ടൻ പോകുന്നതിന് മുന്നേ ഒരു ഫോൺ വന്നിരുന്നു ഉത്തമ. ഞാനെടുത്ത് ഹലോ എന്ന് പറഞ്ഞപ്പോ മറുവശത്തുനിന്ന് സംസാരമൊന്നുമില്ല. സ്വയംപ്രഭയാണ് വിളിച്ചതെങ്കിൽ എന്റെ ശബ്ദം കേട്ട് മിണ്ടാതിരുന്നാവും. വക്കീലൊരു സംഭവം തന്നെ. എന്റെ തലയിൽ നിന്ന് ഇങ്ങനെ ഒരു ബുദ്ധി ഒരിക്കലും ഉണ്ടാവൂല. വക്കീലൊക്കെ സത്യത്തിൽ വക്കീലല്ല ആവേണ്ടത്, പോലീസാണ് ആവേണ്ടത്. ഇന്ന് ഞാൻ പോലീസ് ആവാനല്ല ഉത്തമ പോകുന്നത്, ജഡ്ജി ആവാനാ. വൈകുന്നേരം വില്ലേജ് ഓഫീസർ ഇങ്ങോട്ട് വരുമല്ലോ. വെച്ചിട്ടുണ്ട് ഞാൻ.
ഭാമേ. ആ, നല്ല ക്ഷീണം. നീ ഒരു ചായ എടുക്ക്. എന്തുപറ്റി പതിവില്ലാത്തൊരു ക്ഷീണം? 2 കിലോമീറ്റർ നടന്നാണല്ലോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോ ചിലപ്പോ ക്ഷീണം കാണും. ഉം. നീ ന്യായം പറയാതെ പോയി ചായ എടുക്ക്. സഹദേവ് സാർ എന്ത് പറഞ്ഞു മോനേട്ടാ? ഏത് സഹദേവൻ? സഹദേവ് സാറിന് കൊടുക്കാനാണല്ലോ മോഹനേട്ടൻ രാവിലെ എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിയിട്ട് പോയത്. ആ സഹദേവനോ? താലൂക്ക് ഓഫീസിലെ സഹദേവനോ? ആ, അത് ഞാൻ കരുതി- മഹാഭാരതത്തിലെ സഹദേവനാണെന്നല്ലേ? പാണ്ഡവരുടെ കൂട്ടത്തിലുള്ള സഹദേവൻ. ആ, അതല്ല ആഹാ. ഈ സഹദേവ സാർ എന്ത് പറഞ്ഞു എന്ന് പറ. അങ്ങനെ പറയാൻ മാത്രം ഇരിക്കുന്നു. ഏ? ഞാൻ പൈസ കൊടുത്തു. സഹദേവ് അത് വാങ്ങി. വലിയ ഉപകാരമായി. അടുത്ത ആഴ്ച തിരിച്ചു തരാമെന്നും പറഞ്ഞു. അങ്ങനെയാണല്ലോ പൈസ കൊടുക്കുമ്പോൾ പറയുന്നത്. ആ പൈസ കൊടുക്കുമ്പോ അങ്ങനെയാണ് നമ്മൾ പറയാ. അപ്പൊ എവിടെ വെച്ചാണ് മോഹനേട്ടൻ പൈസ കൊടുത്തത്? അത് ഇവിടെ സഹദേവ ഈ- സാർ ഇങ്ങോട്ട് വന്നോ അതോ മോഹനേട്ടൻ മൈസൂർക്ക് പോയോ? ആ, എന്താ മോഹനേട്ടാ ഞെട്ടിയത്? ഞെട്ടി ആര്? ഹ. ഞാൻ ഞെട്ടിയൊന്നുമില്ല. മോഹനേട്ടനോട് ഇറങ്ങി കഴിഞ്ഞപ്പോ സഹദേവ സാർ കൊണ്ട് വിളിച്ചിരുന്നു. മൈസൂരിൽ കുടുംബത്തോടൊപ്പം ടൂർ പോയിരിക്കാന്ന് പറയുകയും ചെയ്തു. ആ ആ അതെ, സഹദേവൻ ടൂർ വരികയാണല്ലോ. പക്ഷെ പൈസ ഞാൻ സഹദേവൻ പറഞ്ഞ ഒരാളുടെ കൈ കൊടുത്തു. അപ്പൊ അത് കൊടുത്തു അറിയാൻ വേണ്ടി സഹദേവൻ വിളിച്ചായിരിക്കും. ഓ അങ്ങനെയാണോ? ആ, ആ. അങ്ങനെയാ. ആരുടെ ഇല്ല മോനോട്ട് പൈസ കൊടുത്തത്? സ്വയംപ്രഭയുടെ കയ്യില? സ്വയംപ്രഭ് കണ്ടോ വീണ്ടും ഞെട്ടി. മോഹനേട്ടാ ഞാനൊരു വക്കീലാണ്. ഒരുമാതിരിപ്പെട്ട തരികടകളൊക്കെ എനിക്ക് മനസ്സിലാവും. മോഹനേട്ടൻ എന്റെ 10,000 രൂപ വാങ്ങിയത് സഹദേവ സാറിന് കൊടുക്കാനുള്ളതല്ല എന്നുള്ളത് ഒന്നാമത്തെ സത്യം. ആ പൈസ ഇല്ലാതെയാണ് മോഹനേട്ടൻ ആപ്പീസിൽ ചെന്നത് എന്നുള്ളത് രണ്ടാമത്തെ സത്യം. സ്വയംപ്രഭയ്ക്ക് ഗുരുവായൂർക്ക് പോകാൻ മോഹനേട്ടൻ ആ പൈസ കൊടുത്തു എന്നുള്ളത് മൂന്നാമത്തെ സത്യം. ഞാൻ കൊടുത്തില്ല. സ്വയംപ്രഭ മോഹനേട്ടൻ അടുത്ത് പൈസ ചോദിച്ചിരുന്നു. ആ ഞാൻ പറഞ്ഞിട്ടേ പൈസ ഒന്നുമില്ലെന്ന്. അപ്പൊ പിന്നെ ആ പൈസ എവിടെ മോഹനേട്ടാ? അത് പറ. ആരോ കോളിംഗ് ബെല്ലടിച്ചു. ആരെന്ന് പോയി നോക്കണേ. അത് നോക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഈ പ്രശ്നം ഇവിടെ തീർന്നു മോഹനേട്ടൻ കരുതരുത്. ഇത് തീരാൻ പോകുന്നില്ല. ഞാൻ ഏ? ആ നമസ്കാരം വക്കീലെ. നമസ്കാരം. എന്താ സുശീല? ഞാൻ വക്കീലിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? മീനാക്ഷി വക്കീലിനെ കാണാൻ വന്നായിരുന്നോ? വരൂന്ന് പറഞ്ഞിരുന്നു, പക്ഷെ വന്നില്ല. വിവാഹമോചനത്തിന് നോട്ടീസ് അയക്കാൻ അവള് വരുന്നേ. അതൊരു പുതിയ സംഭവം അല്ലല്ലോ. സുശീലിനെ പറ്റി മീനാക്ഷിക്ക് ഒരുപാട് പരാതികളുണ്ട്. മീനാക്ഷിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നാട്ടിൽ പല ആളുകളും പറയുന്നത് സുശീല പഴയ പോലെ അല്ലെന്നാണ്. കഴിഞ്ഞ ദിവസം അക്കാര്യം ഞാൻ സുശീലിനോട് പറഞ്ഞതുമാണ്. അതെ, മീനാക്ഷി വിചാരിക്കുന്നത് എനിക്ക് വേറെ ഏതോ പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നാ. എന്റെ പൈസ എല്ലാം അവള് കൊണ്ടുപോകണമെന്ന് മീനാക്ഷി കരുതിയിട്ടുണ്ട്. അപ്പൊ അത് നുണയാണെന്നാണോ സുശീല പറയുന്നത്? നുണയാണെന്നൊന്നും ഞാൻ പറയില്ല വക്കീലെ. ഒരു പെണ്ണിന് തന്നെയാ ഞാൻ കാശ് കൊടുക്കുന്നത്. കഴിഞ്ഞ 4-5 മാസമായിട്ട് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, എന്റെ അമ്മാവന്റെ മകളാ രജനി. അമ്മാവനാ എന്നെ പഠിപ്പിച്ചതും വളർത്തി വലുതാക്കിയതും ഒക്കെ. എനിക്ക് ആ വീടിനോട് ഒരുപാട് കടപ്പാടുമുണ്ട്. അമ്മാവനെ മറന്ന് ജീവിക്കുന്നതിൽ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ. മീനാക്ഷി ഞാൻ കല്യാണം കഴിച്ച കാലം മുതല് രജനിയോട് അവൾക്കൊരു ഇഷ്ടക്കുറവുണ്ട്. എന്റെ മുറപ്പെണ്ണല്ലേ, ഞങ്ങൾ തമ്മില് എന്തെങ്കിലും അടുപ്പമുണ്ടോ എന്ന പേടി കൊണ്ടാവും. ഞാനതില് മീനാക്ഷിയെ കുറ്റം പറയാറുമില്ല. കഴിഞ്ഞ 5-6 മാസമായിട്ട് അമ്മാവൻ കിടപ്പില്ല. ചികിത്സിക്കാൻ ഒരുപാട് കാശ് വേണം. ഞാനല്ലാതെ വേറൊരാൾ സഹായത്തിനില്ല. സഹായിക്കല്ലാതെ ഞാൻ വേറെന്താ വക്കീലെ ചെയ്യുക? എങ്കിൽ പിന്നെ മീനാക്ഷിയോട് പറയാറുന്നില്ലേ? നന്നായിരിക്കും. ഞാൻ പൈസയൊക്കെ ചെലവാക്കുന്നത് അമ്മാവന്റെ ചികിത്സക്കാണെന്ന് അറിഞ്ഞ എന്റെ വീട്ടില് ഭൂകമ്പം ഉണ്ടാവും. അത് രജനിയുടെ പേരിലാണെന്ന് മീനാക്ഷി കരുതും. കുടുംബത്തിൽ വഴക്കുണ്ടാവാതിരിക്കാൻ ഞാൻ ചില കള്ളങ്ങൾ കാണിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല വക്കീലെ. വക്കീലിന് സംശയം ഉണ്ടെങ്കിൽ സാറിനോട് ചോദിച്ചാൽ മതി.
സാറിന് എന്റെ അവസ്ഥയൊക്കെ അറിയാം. സാറിനെ പലപ്പോഴും സഹായിച്ചിട്ടുമുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് 10,000 രൂപ തന്നത് സാറാ. അല്ല, വക്കീലിന് പറ്റുമെങ്കിൽ മീനാക്ഷിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അമ്മാവന്റെ കാര്യവും ഈ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്. വരട്ടെ വക്കീലേ. സുശീലൻ പറഞ്ഞ സത്യമാണോ? എന്നിട്ട് എന്താ മോഹനേട്ടൻ അതൊക്കെ എന്നോട് പറയാതിരുന്നത്? സുശീലൻ ഒരു മര്യാദക്കാരനാണ്, തെറ്റൊന്നും ചെയ്യില്ല എന്ന് ഞാൻ രാവിലെ പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ലല്ലോ. അങ്ങനെയുള്ള പിന്നെ ഞാൻ എന്ത് പറയാനാ? പൈസ സുശീലിന് കൊടുക്കാനെന്ന് പറയാതിരുന്നത് എന്താ? അത് പറഞ്ഞ നീ അപ്പോഴും ഇതിന് പറയുമായിരുന്നു. വേറെ ആരെയും സഹായിക്കാത്ത ഞാൻ എന്തിനാണ് സുശീലിനെ സഹായിക്കുന്നതെന്ന് നീ ചോദിക്കും. അപ്പോ സുശീലിന്റെ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയേണ്ടി വരും. ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അയാളുടെ അനുവാദമില്ലാതെ പറയുന്നത് ശരിയല്ലല്ലോ. എന്നാലും മോഹനോട് കാണിച്ച് ശരിയായില്ല. ഞാൻ എന്തൊക്കെയാ വിചാരിച്ചു കൂട്ടിയത്? ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിചാരിച്ചു കൂട്ടരുത്. അങ്ങനെ വിചാരിച്ചു കൂട്ടിയാൽ നമ്മുടെ മനസ്സമാധാനം പോയി. എന്നാലും ഒരെന്നാലും ഇല്ല. നീ എനിക്കൊരു ചായ എടുക്ക. സാരല്ല. വക്കീലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവ് തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് സംശയിക്കാൻ സത്യഭാമയ്ക്ക് ആവോളം കാരണമുണ്ടായിരുന്നു. എന്തായാലും വിചാരിച്ചത്ര പ്രശ്നമില്ലാതെ ഈ പ്രതിസന്ധി തീർന്ന നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന്